നല്ലൊരു ഡംപിംഗ് ഗ്രൗണ്ട് അല്ലേ ഇന്ത്യ എന്ന് പറയുന്നത്. ഇത്രയും പോപ്പുലേഷൻ ഉണ്ട്, ആളുകൾ ഇതിന്റെ പ്രശ്നങ്ങൾ മണത്തെറിഞ്ഞ് വരുമ്പോഴത്തേക്കും വർഷങ്ങൾ പിടിക്കും. ആ സമയം കൊണ്ട് കുറച്ച് കാശ് പിടിക്കാം. ഞാൻ അറിയാതെ എൻ്റെ ബ്രെയിൻ ഇങ്ങനെ റേസ് ചെയ്യണം. എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നത് ബ്രെയിൻ ഷട്ട് ഓഫ് ആകുന്നില്ല. ഒരുപാട് വിയേർഡ് ആയിട്ടുള്ള ഡ്രീം സീക്വൻസ്, ചിലതൊക്കെ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണാം. ചില മുറിക്കകത്ത് പോയിട്ട് അത് എന്തിനാണ് പോയതെന്ന് അറിഞ്ഞൂടാ. ചില ബിൽഡിംഗ് കണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ പലരും പറയുന്ന കോമൺ ആയിട്ടുള്ള സിഗ്നൽസ് ആണ്. ഞാൻ ഒരു കാര്യം അതിന് മറുപടിയായിട്ട് പറയാം. ഞാൻ ഇവിടുന്ന് പഠിച്ച് പാസ്സായി പോയ ആളാണ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. എനിക്കിതിനെപ്പറ്റി യാതൊരു ഗ്രാഹ്യമില്ലായിരുന്നു. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കൺട്രോളിലുള്ള ഷുഗർ കുറയ്ക്കാവുന്ന ഏറ്റവും വലിയ ഓർഗൻ മസിലാണ്. ഇൻസുലിൻ ലെവൽ കുറച്ച് പാൻക്രിയാസിന്റെ ഫംഗ്ഷൻ നോർമലൈസ് ചെയ്യാൻ ഒരേ ഒരു മരുന്നേ ഉള്ളൂ, ഈ പയോഗ്ലിസറിൻ ആണെങ്കിൽ ആരും കൊടുക്കുന്നു. അതിൽ എത്ര പേര് മരിച്ചു? അതിൽ മോർ ദാൻ 50% മരിച്ചു വിതിൻ 5 years. ഇൻഫാക്ട് അവിടെ US വരുന്നതിന് കണ്ടെയ്ൻസ് നോ പാം ഓയിൽ എന്ന് പറഞ്ഞൊരു ലേബൽ ഒട്ടിച്ചാണ് വരുന്നത്. അപ്പോൾ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇൻഡസ്ട്രിയൽ ഫ്യൂവലായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇന്നത്തെ ഒരു സൊസൈറ്റിയെ വലിയ വലിയ കമ്പനികളുടെ പ്രോഫിറ്റിനും അവരുടെ മാർജിൻസ് കൂട്ടാൻ വേണ്ടി ആർ വി ഓവർ മെഡിക്കേറ്റിംഗ്?